ഞാൻ നിങ്ങളുമായിട്ടൊരു സാക്ഷ്യം പങ്കുവയ്ക്കാം. കർത്താവിൽ നിന്ന് നിങ്ങൾ എത്രമാത്രം ദൂരെയാണെങ്കിലും ഹി ലവ്സ് യു ആൻഡ് ഹി വിൽ ഫൈറ്റ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നവനാണ് കർത്താവായ യേശു. ഞാനൊരു സ്ഥലത്ത് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് എന്നോട് ഒരു ഫാമിലി ഒരു വീട്ടിൽ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ വരാമോ എന്ന് ചോദിച്ചു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ ഒരു വലിയൊരു മോട്ടിവേഷനായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവമാണ്, ഒരു സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആ വീട്ടിൽ പ്രായം ചെന്ന ഒരു അപ്പച്ചനുണ്ടായിരുന്നു, അക്രൈസ്തവനായ ഒരപ്പച്ചൻ. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലുകളൊന്നും അറിയാൻ മേലായിരുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയം ഈ വ്യക്തി ഡോക്ടർമാരെല്ലാം എന്താ പറഞ്ഞ മരണത്തിനായിട്ട് ഇനി മരണമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിധി എഴുതി. പ്രായം ചെന്ന ആളാണ്, മരണം കാത്തു കഴിയുന്ന ഒരു വ്യക്തിയാണ്, എന്നാൽ മരിക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. പ്രായം ചെന്ന ആൾക്കാരെ ഇങ്ങനെ വീട്ടിലുള്ളവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി പ്രത്യേകിച്ച് ചികിത്സകളൊന്നും കൊടുക്കാനില്ല. ആള് കട്ടിലെ തന്നെയാണ്, ദേഹമൊക്കെ പൊട്ടിയൊലിക്കുന്നു, പക്ഷെ മരിക്കുന്നില്ല, ആള് മരിക്കുന്നില്ല. അങ്ങനെ കുറേ നാളുകൾ 1-2 വർഷമായിട്ട് അങ്ങനെ കിടക്കുവാണ്. അപ്പൊ ആ വീട്ടില് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. അപ്പൊ അവിടെ ചെന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ഒരു പ്രാർത്ഥനയ്ക്കുള്ളൊരു ലീഡിങ് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഉണ്ടായില്ല. അവിടെ കയറിയപ്പം തന്നെ എനിക്ക് മനസ്സിലായി അക്രൈസ്തവമായ കുടുംബമാണ്. പക്ഷെ ആ മനുഷ്യന്റെ കട്ടിലരികിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ യേശു ഇങ്ങനെ പറയുകയാണ്, ഈ വ്യക്തിയോട് പറയണം, ഞാൻ യേശു നിന്നെ സ്നേഹിക്കുന്നു, ജീസസ് ലവ്സ് യു, യേശു നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ഞാനിതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിരവധി തവണ ഈ മനുഷ്യനോട് പറയുവാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലഘട്ടത്തെയോ ജീവിതത്തെക്കുറിച്ചോ ഒന്നും എനിക്ക് അറിയാൻ മേല. കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും വയ്യ. എന്റെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരാൻ തുടങ്ങി. ആ സമയത്ത് വീണ്ടും ഉള്ളിലൊരു പ്രേരണ ഇങ്ങനെ എന്നോട് പറയുകയാണ്, യേശുവിന്റെ രക്തം നിന്റെ സകല പാപങ്ങളെയും കഴുകുന്നു. ഇതങ്ങ് പറയുന്ന സമയത്ത് ആ മനുഷ്യൻ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്ത് കരഞ്ഞോണ്ട് ആ സത്യത്തെ ആ പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കുവാണേ. ആ സമയത്ത് ആ മുറി മുഴുവനും പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം നിറയപ്പെടുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. എന്നാ അധികം ഒന്നും ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. കുറേ നേരം റിപ്പീറ്റഡ് ആയിട്ട് യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശുവിന്റെ രക്തം നിന്റെ സകല പാപങ്ങളെ കഴുകുന്നു എന്ന്, യേശു നിന്നെ സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പോന്നു. കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു, ആ അപ്പച്ചൻ മരിച്ചു. പക്ഷെ ആ വ്യക്തി വീട്ടിലുള്ളവർക്ക് അത് വലിയൊരു സാക്ഷ്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആയുസ്സില് ക്രിസ്തീയ വിശ്വാസത്തെയും സുവിശേഷ പ്രഘോഷകരെയും നിശ്ചിതമായി വിമർശിക്കുകയും ആക്രമിക്കുകയും അതിനെതിരെയൊക്കെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം അതിൽ വലിയൊരു ആനന്ദം കണ്ടെത്തിയിരുന്നു. ആനന്ദം കണ്ടെത്താനുള്ള കാരണം ഇദ്ദേഹത്തിന് എന്തൊക്കെയോ മുറിവുകൾ ക്രിസ്ത്യാനികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ എന്തു തന്നെയാണെങ്കിലും ഈ മനുഷ്യന്റെ അവസാന സമയത്ത് ഈ വ്യക്തിക്ക് വേണ്ടി കർത്താവ് എന്നെ അവിടെ വിട്ട സമയത്ത് എനിക്ക് ഇദ്ദേഹത്തിന്റെ ചരിത്രം ഒന്നും അറിയാൻ മേല. ഞാനവിടെ ഇതൊന്നും അറിയാതെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എന്റെ ഉള്ളിൽ പ്രേരണ നൽകുവാണ്, ഇങ്ങനെ പറയണം, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ. അത് പറയുന്ന സമയത്ത് അവിടെ വെളിപ്പെട്ട ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. മാത്രമല്ല ആ മനുഷ്യൻ സംസാരിക്കാൻ കഴിയാതെ മരണം ലഭിക്കാതെ കിടന്ന ആ മനുഷ്യന്റെ കണ്ണുകളിലേക്ക് കടന്നു വന്ന ആ കണ്ണുകളിൽ ഞാൻ കണ്ട ഒരു വലിയൊരു ചൈതന്യമുണ്ട്. യേശുവിന്റെ ചൈതന്യം ആ മനുഷ്യനെ സ്പർശിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. ആ എക്സ്പീരിയൻസ് ആ സമയത്ത് കർത്താവ് ഇടപെട്ട ആ ഒരു തലം എനിക്ക് മനസ്സിലായപ്പം അതിനുശേഷം ഇന്ന് ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എനിക്കറിയാം ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ആ ഒരു നിലവാരം. ചില സ്ഥലത്ത് നമ്മൾ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ അവിടെ കടന്നു വരുന്ന മനുഷ്യരുടെ അവസ്ഥകളൊന്നും നമുക്ക് അറിയാമല്ലോ, പക്ഷെ കർത്താവിനറിയാം. ഞാൻ ഈ മെസ്സേജുകൾ ഓരോ മെസ്സേജും ഈശോ ഇങ്ങനെ ഉള്ളിൽ നൽകി ഇങ്ങനെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ ചിന്തിക്കും, വ്യവസ്ഥാപിത ക്രൈസ്തവ മതത്തിൽപ്പെട്ടവരൊക്കെ ബുദ്ധിയുടെ തലത്തിൽ ഇതെന്തോ ഉണ്ടാക്കി പറയുന്ന മെസ്സേജായിട്ട് ആൾക്കാർ ചിന്തിക്കും. ഒന്നുമല്ല കേട്ടോ, പ്രാർത്ഥനയ്ക്കിടയിൽ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശമാണ്. ഇറ്റ് കുഡ് ബി ഫോർ വൺ പേഴ്സൺ. കാരണം ഒരു വ്യക്തി യേശുവിന് ഇമ്പോർട്ടന്റ് ആണ്. ഒരാൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നവനാണ് യേശു. നിനക്ക് വേണ്ടി, എന്നെ കേൾക്കുന്ന നിനക്ക് വേണ്ടി, നിനക്ക് നിത്യരക്ഷ ലഭിക്കുന്നതിന് വേണ്ടി, ഒരു സമ്മാനമായി നൽകുന്നതിന് വേണ്ടി നിന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് ക്രൂശിൽ നിനക്ക് വേണ്ടി നഗ്നനായി പെടഞ്ഞ് അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങി നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത ഏകരക്ഷകനായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു നൽകുന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ആ ഒരു നിറവുണ്ടല്ലോ, കർത്താവ് ഇത് പകർന്നു നൽകുന്നത് ക്രിസ്ത്യാനികൾക്ക് നല്ല ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ, ഒരു മനുഷ്യൻ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് യേശുവെ ഞാൻ വിശ്വസിക്കുന്നത് പറയുമ്പോൾ ദിസ് അനോയിന്റിംഗ് വിൽ കം ആൻഡ് ടച്ച് യു.
ഈ അഭിഷേകം നിന്നെ സ്പർശിക്കും. യേശുവിന്റെ പരിഹാര ബലിയിലൂടെയുള്ള ആ രക്ഷയെ സ്വീകരിക്കാൻ യേശുവിനെ സ്വാഗതം ചെയ്യുക. എനി വൺ ക്യാൻ റിസീവ് ദാറ്റ്. യേശു നിന്നെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു ബിയോണ്ട് യുവർ ഇമാജിനേഷൻ. കെരസേനയുടെ നാട്ടിൽ ഒരു മനുഷ്യനെ തേടി യേശു കടന്നുപോയി. ആ മനുഷ്യൻ തകർന്ന് തരിപ്പണമായി കിടന്ന വ്യക്തിയായിരുന്നു. അന്ന് കർത്താവ് അങ്ങോട്ട് വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ പേമാരിയും കാറ്റും കോളും ഒക്കെ ഉണ്ടായി കടലൊക്കെ ആർത്തിരമ്പി. ആ ആർത്തിരമ്പുന്ന കടലിനെയൊക്കെ ശാസിച്ച് കർത്താവ് ആ മനുഷ്യനെ തേടി അങ്ങോട്ട് കടന്നു പോവുകയാണ്. എത്രയൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ യേശുവിന് നിന്നോടുള്ള സ്നേഹമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. എൻ്റെ സഹോദര സഹോദരി, നീ ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഒരു 10,000 മടങ്ങ് ദൈവം നിന്നെ സ്നേഹിക്കുകയാണ്. ഏതറ്റം വരെ പോകാൻ വേണ്ടി അവൻ നിൽക്കുക. അവൻ നിന്നതിന്റെ തെളിവല്ലേ ക്രൂശിൽ നിനക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ നൽകി നിന്റെ ആത്മാവിന് രക്ഷയ്ക്ക് വേണ്ട വില മുഴുവനും ക്രൂശിൽ യേശു കൊടുത്തത്. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ ആൻഡ് ഗിഫ്റ്റ്. ഏറ്റവും വലിയത് എന്താ? നിത്യരക്ഷ. ആ നിത്യരക്ഷ നിനക്ക് ലഭിക്കുന്നതിനുള്ള വില യേശു ക്രൂശിൽ കൊടുത്തു. നൗ ബിലീവ് ഹി ഈസ് വെൽക്കമിങ് യു ടു റെസ്റ്റ് ഇൻ ഹിസ് പ്രസൻസ്. അവന്റെ സാന്നിധ്യത്തിൽ ഇന്ന് വിശ്രമിക്കുവാൻ ദൈവം വിളിക്കുകയാണ്. ഞാനിന്ന് പങ്കുവച്ച സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അനേകം ദൈവം സ്പർശിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ അവസാന നിമിഷം യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിന്റെ ഇടയിലേക്ക് കടന്നുപോയി അല്ലേ. കർത്താവിന്റെ ക്രൂശിന്റെ ഒരു വശത്ത് കിടന്ന കള്ളൻ, ആ കള്ളൻ അന്ന് രാത്രി കർത്താവ് എന്താ പറഞ്ഞത്? ആ മനുഷ്യന്റെ കള്ളനായിരുന്നു. ജീവിതം മുഴുവൻ, ലോകം മുഴുവൻ ആ മനുഷ്യന്റെ കള്ളനായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈശോയുടെ അരികിൽ കിടന്നുകൊണ്ട് ഈശോയോട് ചോദിക്കണം, ഈശോയെ നീ എന്നെ മറക്കരുതെന്ന് പറയുമ്പോൾ കർത്താവ് എന്നാ പറയുന്നേ? ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലായിരിക്കും. അതാണ് കർത്താവിന്റെ സ്നേഹം. ഈ കർത്താവിന്റെ സ്നേഹത്തെ ഇന്ന് തിരിച്ചറിയുക. ഗോഡ് ബ്ലസ് യു.